My dear students, ഡോക്ടർ ജെയിംസ് ടൈലർ കെൻ്റ് രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഈ പരമ്പരയുടെ 127ാമത്തെ എപ്പിസോഡിൽ പൾസാറ്റില എന്ന അധ്യായത്തിൻ്റെ 3-ാം ഭാഗമാണ് പരിശോധിക്കുന്നത്. പ്രാക്ടീസിൽ വളരെയധികം ആവശ്യമായി വരുന്ന ഈ ഔഷധത്തെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഈ ലെക്ചർ നമ്മളെ സഹായിക്കും. നമുക്കതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വിത്ത് എൻഗോർജ്മെൻറ്റ് ഓഫ് വെയിൻസ്, അൾസേഴ്സ് സറൗണ്ടഡ് ബൈ വെരിക്കോസ് വെയിൻസ് ആർ കോമൺ ഇൻ ദിസ് റെമഡി. അപ്പോൾ ഇതിൻ്റെ വെയിൻസിൻ്റെ പ്രശ്നം നേരത്തെ പറഞ്ഞു. സർക്കുലേഷൻ വളരെ പൂറാണ്, രക്തം കെട്ടിക്കിടക്കുന്നൊരവസ്ഥയുണ്ട്. കെട്ടിക്കിടന്ന് വെയിൻസ്, ധമനികൾ ഇങ്ങനെ വീർത്തു വരുന്നൊരവസ്ഥ. വെരിക്കോസ് വെയിൻസ് ഉണ്ട്. അൾസേഴ്സിനെ കുറിച്ചൊക്കെ പറയുന്നത്, അൾസേഴ്സിൻ്റെ ചുറ്റും വെരിക്കോസ് വെയിൻസ് വരുന്നു. അങ്ങനത്തെ ഒരു സാഹചര്യം. അൾസേഴ്സ് ബ്ലീഡ് ബ്ലാക്ക് ബ്ലഡ് വിച്ച് കൊയാഗുലേറ്റ്സ് ഏർലി. അപ്പോൾ ഈ അൾസേഴ്സിൽ നിന്ന് കറുത്ത നിറത്തിലുള്ള രക്തം ഇങ്ങനെ ഊറി വരും. അത് വളരെ പെട്ടെന്ന് കട്ട പിടിക്കുകയും ചെയ്യും. ഇത് പൾസാറ്റിൽ വായിച്ചപ്പോൾ, ആദ്യം വായിച്ച സമയത്ത് പെട്ടെന്ന് എൻ്റെ മനസ്സിലെന്തോ പതിഞ്ഞു പോയൊരു കാര്യമാണിത്. കാരണം ഞാൻ കളമശ്ശേരിയിലാണെന്ന് താമസിക്കുന്നത്, എറണാകുളം ജില്ലയിൽ. അവിടെ ഒരു കടയിലൊരു തൊഴിലാളി, കടയിൽ സാധനങ്ങൾ വാങ്ങാൻ പുറത്തൊക്കെ പോകുന്നൊരു ആളൊരു ചെറിയൊരു ഹോട്ടലൊക്കെ ഉള്ളത്. ഇയാൾ കാലിലെപ്പോഴും ഇങ്ങനെ കെട്ടി വെച്ചുകൊണ്ട് നടക്കുന്നത്. ഞാനെക്കുറിച്ച് ചോദിച്ചപ്പോഴേക്കും ഇതാണ് പ്രശ്നം, വെരിക്കോസ് വെയിൻസ് ഉണ്ട്, പിന്നെ ഒന്ന് അഴിച്ച് കാണിക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു നമുക്ക് വീട്ടിൽ വന്നാൽ കാണാം. ഞാൻ ഒരു ദിവസം രാവിലെ അദ്ദേഹം കടയിൽ വരുന്നതിന് മുമ്പ് അതിരാവിലെ വീട്ടിൽ ചെന്നു. അഴിച്ച് നോക്കിയപ്പോഴേക്കും ഇതാണ് വെരിക്കോസ് വെയിൻസ്, പലയിടത്തും അൾസേഴ്സ് ഉണ്ട്. അപ്പോൾ ആളിങ്ങോട്ട് തന്നെ പറയുന്നു കറുത്ത നിറത്തിലുള്ള രക്തം വരും. അപ്പോൾ ആയുർവേദ ചികിത്സ എന്തൊക്കെയാണ് ആ സമയത്ത്, രക്തദൂഷ്യമാണ് എന്തൊക്കെയാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം എപ്പോഴും പുറത്താണ് ഇദ്ദേഹത്തിനെ കാണുന്നത്. കടയിലേക്ക് ഓരോ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി മറ്റ് സ്ഥാപനങ്ങളിലേക്കും ഒക്കെ പോകുന്ന ഒരു ആളായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എപ്പോഴും നടക്കണം പുറത്തേക്ക്. പിന്നെ പെട്ടെന്നൊരു മിന്നായം പോലെ പൾസാറ്റിൽ എൻ്റെ മനസ്സിലിങ്ങനെ വന്നു. ഞാനിങ്ങനെ അത് മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു പ്രജഡീസോടെയാണ് ചോദിച്ചത്. ശരിക്കും അങ്ങനെ പാടില്ലാത്തതാണ്. അൺപ്രജഡീസ് ഒബ്സർവർ ആയിരിക്കണം. ഞാൻ ഇത്തിരി പ്രജഡീസായിട്ട് ചോദിച്ചു, ചേട്ടനിങ്ങനെ എപ്പോഴും പുറത്ത് ഇങ്ങനെ നടക്കുന്ന കാണാമല്ലോ, നടക്കുമ്പോൾ പ്രയാസമില്ലേ? തണുപ്പടിച്ചാൽ പ്രയാസമില്ല. അവിടെ ഇത്തിരി ആ സമയത്ത് ഇതൊരു വിൻ്ററോ മറ്റോ ആയിരുന്നു. അതിൽ കുഴപ്പമൊന്നുമില്ല, എനിക്ക് നടക്കുന്നതിങ്ങനെ ഇഷ്ടമാണ്, പുറത്തു പോകുന്നത് ഇഷ്ടമാണ്, തണുപ്പൊക്കെ ഇഷ്ടമാണ്. തണുപ്പത്ത് രാത്രിയും വേദനയൊക്കെ വരുമ്പോൾ തണുപ്പത്ത് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി നടക്കും. വീട്ടുകാരെ വഴക്ക് പറഞ്ഞാലും മക്കളും ഭാര്യയൊക്കെ വഴക്ക് പറഞ്ഞാലും ഞാൻ പുറത്തിറങ്ങി നടക്കും. അപ്പോൾ ഞാൻ ഒന്നുകൂടി ഇത് ചോദിച്ചു ഇതിനെക്കുറിച്ചൊക്കെ എനിക്കൊന്ന് കാണണം. അപ്പോൾ ഇതിന് രാത്രി വൃത്തിയാക്കും കടയിൽ നിന്ന് പോയ ശേഷം ഒരു 8 മണി കഴിയുമ്പോൾ. ഞാൻ രാത്രി വരാമെന്ന് ചെന്ന് കൃത്യമായിട്ട് അത് കണ്ടു. കറുത്ത ബ്ലഡിങ്ങനെ കൊയാഗുലേറ്റ് ചെയ്ത് കട്ടായിട്ടിരിക്കുക. കുറച്ചൊന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്കിത് ആളെ കണ്ട് പൾസാറ്റിലാണെന്ന് മനസ്സിലായി. അപ്പോൾ അന്ന് കളമശ്ശേരിയിലൊരു പ്രസിദ്ധനായൊരു ഡോക്ടർ ഉണ്ടെന്ന്, ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം കിഡ്നി പേഷ്യൻസിനെയൊക്കെ ട്രീറ്റ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ അദ്ദേഹത്തിന് രാത്രി കൊണ്ടുപോയി കാര്യങ്ങളൊക്കെ പറഞ്ഞു, കേസൊക്കെ എടുത്തു. അത്യാവശ്യം ഞാൻ കുറച്ചൊരു ഇൻട്രക്ഷൻ കൊടുത്ത കാരണം എളുപ്പത്തിൽ കാര്യം നടന്നു. എന്നോട് പറഞ്ഞത് പൾസാറ്റിലെയാണ് കാണുന്നത്, പക്ഷെ അത് പിന്നീട് കുറച്ച് ഡീപ്പർ മെഡിസിൻസ് കൊടുക്കേണ്ടി വരും, നമുക്ക് പൾസാറ്റിലത്തിന് തുടങ്ങാമെന്ന് പറഞ്ഞു. ഏതായാലും ഞാൻ അതിനുശേഷം കുറച്ച് യാത്രയിലൊക്കെ ആയിരുന്നു. പിന്നീട് വന്നു കഴിഞ്ഞപ്പോഴേക്കും ആൾ വളരെ ഹാപ്പിയാണ്. കാലിൽ കെട്ടിവെപ്പൊന്നുമില്ല, നല്ല ശമനമുണ്ട്, വേദനയ്ക്ക് കുറവുണ്ട്, നല്ല സൗഖ്യമുണ്ട് എന്നാൾ പറഞ്ഞു. പിന്നീട് ഞാൻ അവിടെ നിന്ന് പോന്നു. ഒരു 1-2 വർഷങ്ങൾക്ക് ശേഷം ഞാൻ വെറുതെ ഒന്നവിടെ ചെന്ന് ചോദിച്ചപ്പോഴേക്കും ഇടയ്ക്ക് പോയി മരുന്ന് വാങ്ങുന്നുണ്ട്, നല്ല വ്യത്യാസമുണ്ട്, കാലിൽ കെട്ടൊന്നുമില്ല, കാലിൽ ആ ഒരു സ്വെല്ലിങ്ങൊക്കെ പോയി നോർമലാണ്. ഒരു കറുത്ത നിറമൊക്കെ ഉണ്ടായിരുന്നു മൊത്തത്തിൽ, അതൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ മറ്റു ചില പ്രശ്നങ്ങളൊക്കെ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഹോമിയോപ്പതിയിൽ ഉറച്ചു നിൽക്കുക, അങ്ങനെയൊക്കെ ഉപദേശിച്ച ശേഷം പോകുന്നു. അപ്പോൾ ഇത് വളരെ ശ്രദ്ധേയമായൊരു ലക്ഷണമാണത്. അവർ ജനറൽ സിംറ്റംസ് എഗ്രി ചെയ്തുകൊണ്ടാണ് കേട്ടോ സംഭവിച്ചത്. പൾസാറ്റിലെ ജനറാലിറ്റീസ് ഉണ്ടായിരുന്നു അവിടെ, അതാണ് എന്നെ സ്ട്രൈക്ക് ചെയ്ത കാര്യം. ബ്ലീഡിങ് ഈസ് നോട്ട് കോപ്പിയസ്, ക്ലോട്ട്സ് ഈസിലി, ഡാർക്ക് ടാറി ഒഫൻസീവ്. കറുത്ത നിറത്തിൽ ഡാർക്ക് ടാറിയാണ് ഇങ്ങനെ
ടാറ് പോലെ ഇങ്ങനെ കട്ട പിടിച്ചിരിക്കും. ഒഫൻസീവാണ്, ദുർഗന്ധമുണ്ട്. അൾസേഴ്സ് ബ്ലീഡ് ആൻഡ് ഊസ്, ഡിസ്ചാർജ് എ ബ്ലഡി വാട്ടറി ഫ്ലൂയിഡ്സ് ഓർ ദർ ഇസ് എ വെരി തിക്ക് യെല്ലോ ഓർ ഗ്രീൻ ഫ്ലോ. അപ്പോൾ അൾസേഴ്സിൽ നിന്നുള്ള ബ്ലീഡിങ് ഒരു ഊസിങ്, പതുക്കെ ഇങ്ങനെ ഊർന്നൂർന്ന് ഇങ്ങനെ ഊറി ഊറി വരുന്ന പോലെയാണത് എൻ്റെ ബ്ലീഡിങ്. അത് വാട്ടറി ഫ്ലൂയിഡാണ്. ചിലപ്പോൾ വളരെ തിക്കാണെങ്കിൽ യെല്ലോയിഷ്, പൾസാറിൻ്റെ ടിപ്പിക്കൽ കളറാണ് യെല്ലോയിഷ് അല്ലെങ്കിൽ ഗ്രീനിഷ് ഫ്ലോ. ദിസ് ബ്രിങ്സ് അസ് ടു ദ കറ്റാറൽ സ്റ്റേറ്റ്. കറ്റാറൽ സ്റ്റേറ്റിലാണ് ഇത് നമ്മളിതിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്നത്. വളരെ ശ്രദ്ധേയമാണ് പൾസാറ്റിലെ കറ്റാറൽ കണ്ടീഷൻ. വേറെവർ ദർ ഇസ് മ്യൂക്കസ് മെംബ്രെയിൻ ദർ ഇസ് കറ്റാർ. മ്യൂക്കസ് മെംബ്രെയിനിലുള്ളിടത്ത് എല്ലാം കറ്റാറുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു വളരെ ടിപ്പിക്കൽ കാര്യങ്ങൾ പിന്നെ തുറത്ത് പറയുന്നുണ്ട്. ദ മ്യൂക്കസ് മെംബ്രെയിൻ ഇസ് കവേർഡ് വിത്ത് പേർപ്പിൾ സ്പോട്ട്സ്, ഡ്രൈ സ്പോട്ട്സ്, ട്യൂമിഡ് പഫ്ഡ്, ലുക്സ് എറിസിപ്ലാറ്റിസ്. മ്യൂക്കസ് മെംബ്രെയിൻ ഇങ്ങനെ സ്പോട്ട്സ് ഉണ്ട്, പർപ്പിൾ കളറുള്ള സ്പോട്ട്സ്. നമ്മൾ നേരത്തെയും പർപ്പിൾ കളർ പറഞ്ഞു. ഡ്രൈ സ്പോട്ട്സ് ഉണ്ട്, ട്യൂമിഡ് ആണ്, അത് വീർത്ത് കെട്ടിയിരിക്കുന്നതാണ്, പഫ്ഡ് ആണ്, എറിസിപ്ലാറ്റസ് ഒരു ലുക്ക് അതിനുണ്ട്, ഇങ്ങനെ വീർത്ത് കെട്ടി ഇങ്ങനെ തടിച്ചിരിക്കുന്ന മാതിരി. വെറെവർ ദർ ഈസ് ഇൻഫ്ലമേഷൻ ഓഫ് ദ മ്യൂക്കസ് മെംബ്രെയിൻ ഇറ്റ് ലുക്സ് പേർപ്പിൾ. മ്യൂക്കസ് മെംബ്രെയിനിന് എവിടെയൊക്കെ ഇൻഫ്ലമേഷൻ ഉണ്ടോ എല്ലാം പർപ്പിളിഷ് കളറാണ്. പർപ്പിൾ കളർ നമുക്കറിയാം. നമ്മൾ അത് പർപ്പിൾ കളറിനെ പലപ്പോഴും നമ്മൾ പല പല നിറത്തിൽ പറയും. പിങ്ക്, വയലറ്റ്, അങ്ങനെ പല പേരുകൾ പറയും. അപ്പോൾ ആ ഒരു തരത്തിൽ നമ്മൾ എടുത്താൽ മതി. മ്യൂക്കസ് മെംബ്രെയിനൊക്കെ മൂക്കിൽ നോക്കിയാൽ, തൊണ്ടയിൽ നോക്കിയാലൊക്കെ അത് കാണാം. ഈ വീനസ് കഞ്ചഷൻ ഒരു ധമനികളിലുള്ളൊരു കെട്ടി നിന്നിട്ടുള്ളൊരു കഞ്ചസ്റ്റീവ് കണ്ടീഷനാണ്. ഇനിയാണ് പൾസാറിൻ്റെ തനി സ്വഭാവം പറയുന്നത്. തിക്ക് ഗ്രീൻ യെല്ലോ കറ്റാറൽ ഡിസ്ചാർജ് ആർ മോസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ്. പൾസാറിലെ ഏറ്റവും ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള അവസ്ഥ എന്ന് വെച്ചാൽ തിക്ക് ഗ്രീനിഷ് യെല്ലോയിഷ് ഡിസ്ചാർജസ്. പൾസാറിലെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ചൂണ്ടുവലയാണെന്ന് വേണമെങ്കിൽ പറയാം. The catarrhal discharges are bland with the exception of that from the vagina which is excoriating, causing rawness to the parts. അപ്പോൾ ബ്ലാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു എടുത്തു പറയത്തക്ക ഫീച്ചേഴ്സ് ഒന്നും ഇല്ല. ഡിസ്ചാർജ് ഉണ്ട്, ഓക്കെ, ഊസിങ് ഉണ്ട്, ഓക്കെ. അതിനൊരു ക്യാരക്ടറിസ്റ്റിക്സ് പറയണ്ടേ, അങ്ങനെയില്ല. അതാണ് ബ്ലാൻഡ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ എക്സെപ്ഷൻ എന്താ? വജൈനൽ ഡിസ്ചാർജ്, അത് എക്സ്കോറിയേറ്റിംഗ് ആണ്. അതുകൊണ്ട് നനവുണ്ടാകുന്ന ഭാഗങ്ങളിലൊക്കെ തൊലി പോവുകയും വ്രണങ്ങളുണ്ടാക്കുകയും ചെയ്യും. അതിനും അതിൻ്റെതായിട്ടുള്ള സവിശേഷത തുറന്ന് പറയുന്നുണ്ട്. ഫ്രം ദ ഐസ്, ഇയേഴ്സ്, നോസ് ആൻഡ് ചെസ്റ്റ് ദർ ആർ തിക്ക് യെല്ലോ ഗ്രീൻ ബ്ലാൻഡ് ഡിസ്ചാർജസ്. അപ്പോൾ കണ്ണിൽ നിന്നും മൂക്കിൽ നിന്നും കാതിൽ നിന്നൊക്കെ ഈ തിക്കായിട്ടുള്ള യെല്ലോ ഗ്രീൻ ബ്ലാൻഡ് ഡിസ്ചാർജ്. അതിന് പ്രത്യേകിച്ച് കാൽസ്യം ഡിസ്ചാർജ് മാത്രം. ബട്ട് ദർ ഇസ് തിക്ക് യെല്ലോ ഗ്രീൻ എക്സ്കോറിയേറ്റിംഗ് ലുക്കോറിയ. ലുക്കോറിയറ്റിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ യെല്ലോയിഷ് ഗ്രീൻ എക്സ്കോറിയേറ്റിംഗ് ആണ്. അത് ദ്രവിപ്പിക്കും. അതിൻ്റെ അസിഡിറ്റിക് നേച്ചർ ഉണ്ട് എന്നർത്ഥം. റിമെമ്പർ ഹവർ ദാറ്റ് പൾസാറിലെ ഹാസ് എ ബ്ലാൻഡ് ലുക്കോറിയ ഇൻ കീപ്പിംഗ് വിത്ത് ദ ജനറൽ സ്റ്റേറ്റ്സ്. അപ്പോൾ ലുക്കോറിയ ഉണ്ട്, പക്ഷേ കീപ്പിംഗ് വിത്ത് ദ ജനറൽ സ്റ്റേറ്റ്സ്, ജനറൽ കണ്ടീഷൻ മനസ്സിൽ വെക്കണം. ഇത് വലിയൊരു പാഠമാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. നമുക്ക് ഈ ലുക്കോറിയ എന്ന് പറയുന്നതും പെയിൻസ്, ഹെഡ് ഏക്സ്, ഫീവർ, കോൾഡ്, അങ്ങനെ പറയുന്നത്, ഇതേപോലെ എറിസിപ്ലാറ്റിസ് കണ്ടീഷൻസ്, സ്വെല്ലിങ്, ഇൻഫ്ലമേഷൻ, ഇൻഫെക്ഷൻ, ഇതൊക്കെ എത്രയോ ഔഷധങ്ങളിലുണ്ട്. അപ്പോൾ നമ്മൾ ഇത്തരം പർട്ടിക്കുലേഴ്സിൻ്റെ പിന്നാലെ പോയാൽ നമുക്ക് അപകടം പറ്റുമെന്ന് വെച്ചാൽ കൃത്യമായിട്ടുള്ള ഔഷധത്തിലേക്ക് എത്താൻ പറ്റില്ല. അൺലെസ് വളരെ സ്ട്രോങ് ക്യാരക്ടറിസ്റ്റിക്സ്, വളരെ പെക്യുലർ ആയിട്ടുള്ള സിംറ്റംസ്, വളരെ സ്ട്രോങ് മൊഡാലിറ്റീസ്, വളരെ കറക്റ്റ് സ്ട്രോങ് മൊഡാലിറ്റീസ്, ഇതൊന്നും ഇല്ല എങ്കിൽ നമ്മൾ ഇതിൻ്റെയൊക്കെ പിന്നാലെ പോയാൽ, പർട്ടിക്കുലർ സിംറ്റംസിൻ്റെ പിന്നാലെ പോയാൽ, കീനോട്സിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ പലപ്പോഴും വഴിതെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഒരുപാട് ഔഷധങ്ങൾ കാണും, എന്ത് കൊടുക്കണമെന്ന കൺഫ്യൂഷൻ വരും. അപ്പോൾ എന്താ ചെയ്യുക? ഒന്ന് കൊടുത്തു നോക്കാം, ട്രയൽ ആൻഡ് എററാണ്. ഹോമിയോപ്പതിയിലെ ട്രയൽ ആൻഡ് എററാണ്. ഒന്ന് കൊടുക്കും, പിന്നെ വേറൊന്ന് കൊടുക്കും, ചിലപ്പോൾ രണ്ടും കൂടി കൊടുക്കും. ഞാൻ പലതവണ പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട്. ഈവൻ ക്വാളിഫൈഡ് ആളുകൾ പോലും ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഒരു ഇതിലേക്ക് ബ്ലാങ്ക് പിൽസിലേക്ക് 2 കുപ്പിയിൽ നിന്ന് ഇടുന്നത്. പണ്ടൊക്കെ ഈ അമച്ചേഴ്സ് ഇങ്ങനെ
അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു. ക്വാളിഫൈഡ് അല്ലാത്ത പലരും ട്രീറ്റ് ചെയ്യുമായിരുന്നു സർട്ടിഫിക്കറ്റൊക്കെ ആയിട്ട്. അവരൊക്കെ ഇങ്ങനെ സർവ്വസാധാരണ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞുകൊണ്ട് ഈ ഒരു കണ്ടീഷനിൽ രണ്ടും വേണമെന്ന് പറഞ്ഞുകൊണ്ട് എടുത്തിട്ട് ഞാൻ കണ്ടുകൊണ്ട് കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് കൊണ്ടാണ് ഹോമിയോപ്പതി ഔഷധങ്ങളുടെ ട്രൂ നേച്ചർ എന്താണെന്നതിനെക്കുറിച്ചൊരു ഫണ്ടമെൻ്റൽ ഒരു ധാരണയില്ലാത്തതുകൊണ്ടാണ്. ഫണ്ടമെൻ്റൽ ധാരണയില്ല. ഓരോ ഔഷധത്തിനും ഒരു തനതായ ഒരു ജനറൽ നേച്ചറുണ്ട്, ഒരു പൊതു സ്വഭാവമുണ്ട്. അത് ഔഷധത്തിൻ്റെ വളരെ തനതായൊരു പൊതു സ്വഭാവമാണ്. ഈ പൊതു സ്വഭാവം രോഗിയുടെ തനത് പൊതു സ്വഭാവമായിട്ട് യോജിക്കണം. ആ ഒരു കണ്ടീഷനിലേ അത് പർട്ടിക്കുലേഴ്സിനെ ഹീൽ ചെയ്യുള്ളൂ. ഈ കണ്ടീഷൻസ് എഗ്രി ചെയ്താൽ അത് ഇത്രയും കുറേ പർട്ടിക്കുലേഴ്സിനെയും കൂടി അത് കവർ ചെയ്യും. അതാണ് എൻ്റെ റോള്. അതിന് പകരം നമ്മൾ പർട്ടിക്കുലേഴ്സിൻ്റെ പിന്നാലെ പോകുന്നു, കീനോട്ട്സിൻ്റെ പിന്നാലെ പോകുന്നു. കീനോട്ട്സിൻ്റെ അബദ്ധങ്ങളെക്കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പരാജയം സംഭവിക്കും. അവസാനം പഴി മുഴുവൻ ഹോമിയോപ്പതിയുടെ തലയിരിക്കും. ഹോമിയോപ്പതിയുടെ തലയിലാണ് പഴി ഇരിക്കുന്നത്. ഹോമിയോപ്പതി മരുന്ന് കൊടുത്തു, ഹോമിയോപ്പതി ഡോക്ടറെ കണ്ടു, പരാജയപ്പെട്ടു. ഇതാണ് പറയുന്നത്. ഇന്നലെ എന്നോട് സുഹൃത്ത് മലപ്പുറം ജില്ലയിൽ നിന്ന് വിളിച്ച് പറഞ്ഞു, ഹോമിയോപ്പതി ചികിത്സമായിട്ടിരുന്ന് കിഡ്നി പോയി. അപ്പോൾ എന്ത് ഹോമിയോപ്പതി ചികിത്സ? ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്താ മരുന്ന് എന്ന് അറിയാമോ? ഡോസേജ് നിങ്ങൾക്ക് അറിയാമോ? ഒന്നും അറിയില്ല. എന്താ കൊടുത്ത് ആർക്കും അറിയില്ല. നേരത്തെ ഒരു പറഞ്ഞിട്ടുള്ള കാര്യമാണ്, പേഷ്യൻസ് ക്യാൻ ഫെയിൽ, ഡോക്ടേഴ്സ് ക്യാൻ ഫെയിൽ, ബട്ട് ഹോമിയോപ്പതി കനോട്ട് ഫെയിൽ. ഹോമിയോപ്പതിക്ക് പരാജയം സംഭവിക്കില്ല. അത് വളരെ ഫണ്ടമെൻ്റലാണ്, വളരെ നാച്ചുറലാണ്, വളരെ സയൻറ്റിഫിക്കാണ്. പരാജയം സംഭവിക്കുന്നത് നമ്മൾ ഈ പറഞ്ഞ പോലെ പർട്ടിക്കുലേഴ്സിൻ്റെയും മറ്റൊക്കെ പിന്നാലെ പോകുമ്പോഴാണ്. അതാണ് ഈ കെൻറ്റിൻ്റെ ബുക്കിൻ്റെ അല്ലെ കെൻറ്റിൻ്റെ ലിറ്ററേച്ചറിൻ്റെ ഒരു പൊതു മഹത്വം ഞാൻ കണ്ടിട്ടുള്ളത്. അദ്ദേഹം ഈ ജനറൽ കണ്ടീഷന് കൊടുക്കുന്ന പ്രാധാന്യം അത് സന്ദർഭം കിട്ടുമ്പോഴൊക്കെ പറയും. ഇവിടെ അങ്ങനെ പറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് ഞാനിത് പറയാൻ കാരണം. റിമെമ്പർ, ഹവർ, ദാറ്റ് പൾസാറ്റില ഹാസ് എ ബ്ലാൻഡ് ലുക്കേറിയ ഇൻ കീപ്പിംഗ് വിത്ത് ദ ജനറൽ സ്റ്റേറ്റ്. ജനറൽ സ്റ്റേറ്റിനോട് യോജിച്ചുകൊണ്ടൊരു ലുക്കേറിയ ഉണ്ടെന്നേ പറയുന്നുള്ളൂ. അതായത് പൾസാറ്റിലൊക്കെ ലുക്കേറിയ ഉണ്ട്, എത്രയോ ഔഷധങ്ങൾക്ക് ലുക്കേറിയ ഉണ്ട്. പിന്നാലെ പോകരുത്. അപ്പോൾ പരാജയം നിങ്ങൾ പ്രാക്ടീസിൽ നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ, ഒരു ഇൻ്റലിജൻറ്റ് പ്രാക്ടീഷണറായി തീരണമെങ്കിൽ ഓരോ ഔഷധത്തിൻ്റെയും പൊതു സ്വഭാവം, ജനറൽ സ്റ്റേറ്റ് മനസ്സിലാക്കിയിരിക്കണം. ആ ജനറൽ സ്റ്റേറ്റിനെ വിസ്മരിച്ചു കൊണ്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് നിങ്ങളെ പലപ്പോഴും പരാജയത്തിലേക്ക് നയിക്കും. ഹോമിയോപ്പതി പ്രാക്ടീസിൽ നിങ്ങൾക്ക് വലിയ വിജയം നേടാം. മറ്റ് ഏത് തരം സിസ്റ്റം പ്രാക്ടീസ് ചെയ്യുന്നവരെക്കാളും കൂടുതൽ അഭിവൃദ്ധിയും മഹത്വവും സൽകീർത്തിയും എല്ലാം ഹോമിയോപ്പതി പ്രാക്ടീഷണേഴ്സിന് നേടാൻ സാധിക്കും. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, ഔഷധങ്ങളെക്കുറിച്ച് ശരിയായി മനസ്സിലാക്കിയിരിക്കുക, കേസുകൾ ശരിയായ രീതിയിൽ പഠിക്കുക. അതാണ് കെൻറ്റ് ഇടക്കിടക്ക് സൂചിപ്പിക്കുന്നത്. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഈ ഇൻ്റലിജൻറ്റ് പ്രാക്ടീഷണർ ആകുമെന്ന് വെച്ചാൽ ഒരാൾ ഇൻ്റലിജൻ്റായിട്ട് ജനിക്കണം എന്നുള്ള അർത്ഥമല്ല. എൻ്റെ ഒരു ഒബ്സർവേഷനിൽ ഞാൻ കഴിഞ്ഞിട്ട് 30-35 വർഷമായിട്ട് ഹോമിയോപ്പാസിനെ നിരീക്ഷിക്കുന്ന ആളാണ്. എൻ്റെ പ്രേരണയിൽ നിരവധി പേര് ഈ രംഗത്ത് വന്നിട്ടുണ്ട്. പലരും വിജയിച്ചിട്ടുണ്ട്, ചിലർക്ക് പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഈ നിരീക്ഷണത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്, ആദ്യത്തെ ഒരു 3 വർഷം വളരെ ശ്രദ്ധാപൂർവം നന്നായിട്ട് പഠിച്ച്, പ്രാക്ടീസിൻ്റെ ആദ്യത്തെ 3 വർഷം നന്നായിട്ട് പഠിച്ച്, നന്നായിട്ട് സ്റ്റഡി ചെയ്ത്, കേസ് സ്റ്റഡി ചെയ്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ ഒരു 3-ാം വർഷം മുതൽ നിങ്ങളൊരു 90% സക്സസ്ഫുൾ പ്രാക്ടീഷണറായിട്ട് മാറും. പിന്നീട് 2-3 വർഷത്തെ പഠനം കൊണ്ട് നിങ്ങൾക്കൊരു സമ്പൂർണ്ണ വിജയമായിട്ട് മാറാൻ പറ്റും. പിന്നീട് പരാജയം സംഭവിക്കും. അത് നിങ്ങൾ കൊടുക്കുന്ന ഔഷധം ശരിയായ രീതിയിൽ കഴിക്കാത്തതുകൊണ്ടും ഇംപിഡിമെൻറ്റ്സ് ടു ക്യൂർ എന്നുള്ള സംഭവം ഒക്കെ നമ്മുടെ കൈപ്പിടിയിൽ ഇല്ലാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് സംഭവിക്കും. അത് രീതിയിൽ പൂർണ്ണ വിജയത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. അപ്പോൾ ആ വിജയത്തിലേക്കുള്ള ചൂണ്ടുവലകളാണ് കെൻറ്റിങ്ങിന് പറയുന്ന കാര്യങ്ങൾ. അതുകൊണ്ടോ ഞാൻ വീണ്ടും അത് വായിക്കുകയാണ്. റിമെമ്പർ, ഹവർ, ദാറ്റ് പൾസാറ്റിൽ ഹാസ് എ ബ്ലാൻഡ് ലുക്കേറിയ ഇൻ കീപ്പിംഗ് വിത്ത് ദ ജനറൽ സ്റ്റേറ്റ്. ഓർത്തിരിക്കുക. The discharges are often offensive, sometimes bloody, watery, but even then mingled with yellow-green purulent fluid. അപ്പോൾ ഡിസ്ചാർജസ് ഒഫൻസീവാണ്, മിക്കപ്പോഴും ഒഫൻസീവാണ്, ചിലപ്പോൾ ബ്ലഡിയാണ്, വാട്ടറിയാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ ആയിരിക്കുമ്പോഴും അതിനോട് ചേർന്ന് മിങ്കിൾഡ് വിത്ത്
യെല്ലോ ഗ്രീൻ പ്യൂർലൻറ്റ് ഫ്ലൂയിഡ്, യെല്ലോയിഷ് അല്ലെങ്കിൽ ഗ്രീനിഷ് പ്യൂർലൻറ്റ് ഫ്ലൂയിഡ് അതിനോടൊപ്പം ഉണ്ട്. The pulsatile patient suffers from vertigo from affections of the eyes, കണ്ണിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടുള്ള തലകറക്കം. അമീറഡ് ബൈ വിയറിംഗ് വെൽ അഡ്ജസ്റ്റഡ് ഗ്ലാസസ്, ഗ്ലാസ് ധരിക്കുക, ലെൻസ് ധരിക്കുന്നത് കൊണ്ട് അത് അമീലറേറ്റ് ചെയ്യാൻ പറ്റും. കൃത്യമായിട്ട് ഗ്ലാസ് ധരിക്കുന്നതുകൊണ്ട് അത് മാറിപ്പോകും. അറ്റൻഡഡ് ബൈ നോസിയ വിച്ച് ഇസ് വേഴ്സ് ലൈയിങ് ഡൗൺ, വേഴ്സ് ഫ്രം മോഷൻ, വേഴ്സ് ഫ്രം ദ മോഷൻ ഓഫ് ദ ഐസ് ആൻഡ് അമീലർ ഇൻ എ കോൾഡ് റൂം ആൻഡ് ബൈ റൈഡിങ് ഇൻ കാരേജ് ഇൻ കോൾഡ് എയർ. അപ്പോൾ ഈ അവസ്ഥയും പൾസാറ്റിലെ ജനറൽ കണ്ടീഷനോട് ചേർന്ന് വരികയാണ്. അതിനോടൊപ്പം നോസിയ ഉണ്ട്. അറ്റൻഡ് ബൈ നോസിയ വിച്ച് ഇസ് വേഴ്സ് ലൈയിങ് ഡൗൺ, വേഴ്സ് ഫ്രം മോഷൻ, വേഴ്സ് ഫ്രം ദ മോഷൻ ഓഫ് ദ ഐസ്. കണ്ണിൻ്റെ ചലനം കൊണ്ടാണ് മോശമാകുന്നത്. പൊതുവേ പൾസാറ്റിലെ പേഷ്യൻറ്റിന് ജെൻറ്റിൽ മോഷൻ കൊണ്ട് അമീലറേഷനാണ്. പക്ഷേ പൾസാറ്റിലയുടെ നോസിയ അത് കണ്ണിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. കണ്ണിൻ്റെ മോശം കൊണ്ട് അത് വർദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു കോൺട്രഡിക്ഷൻ അവിടെ ഉണ്ട്, അത് ഓർക്കണം. ആൻഡ് അമീലറേറ്റ് ഇൻ എ കോൾഡ് റൂം, അത് പൊതുവെ പൾസാറ്റിലെ അവസ്ഥ തന്നെ. ആൻഡ് ബൈ റൈഡിങ് ഇൻ എ കാരേജ് ഇൻ ദ കോൾഡ് എയർ. ആസ് സൂൺ ആസ് ഷീ എൻറ്റേഴ്സ് എ റൂം ദാറ്റ് ഈസ് വാം ഷീ ഹാസ് നോസിയ. വാം റൂമിലേക്ക് കയറി അപ്പോൾ നോസിയ വരും. ഈവൻ ടു വോമിറ്റിംഗ്, അങ്ങനെ വന്ന് ഛർദിൽ വരെ ഉണ്ടാകാം. വെർട്ടിഗോ വിത്ത് വോമിറ്റിംഗ് ആഫ്റ്റർ ഈറ്റിംഗ്, ഭക്ഷണത്തിന് ശേഷം തലകറക്കവും ഛർദിയും. പൾസാറ്റില ഹാസ് വയലന്റ് ഹെഡേക്സ്, കടുത്ത തലവേദന ഉള്ളൊരു ഔഷധമാണ് പൾസാറ്റില. അതെങ്ങനെയാണ്? പൾസാറ്റില ഇൻ സ്കൂൾ ഗേൾസ് ഹു ആർ എബൌട്ട് ടു മെൻസ്ട്രേറ്റ്, ആർത്തവം ആരംഭിക്കാൻ പോകുന്ന കണ്ടീഷനിലുള്ള കുട്ടികളിൽ, വിദ്യാർത്ഥികളായിരിക്കും സാധാരണഗതിയിൽ, പെൺകുട്ടികളിൽ തലവേദന. ഹെഡേക്ക് അക്കമ്പനിങ് മെൻസ്ട്രേഷൻ, മെൻസ്ട്രേഷനോട് ചേർന്നുള്ള തലവേദന. ഹെഡേക്സ് അസോസിയേറ്റഡ് വിത്ത് സപ്രസ്ഡ് മെൻസസ്, മെൻസസ് സപ്രസ്ഡ് കണ്ടീഷൻ വരുമ്പോൾ തലവേദന. വിത്ത് മെൻസ്ട്രൽ ഡിസോർഡേഴ്സ്, ആർത്തവ ക്രമരാഹിത്യങ്ങളോട് ചേർന്ന്. ഈ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാണ്, നോട്ട് കോസ് ഫ്രം ദം, അതല്ല തലവേദനയുടെ കാര്യം. തലവേദനക്കുള്ള കാരണം ഈ മെൻസ്ട്രൽ ഡിസോർഡർ അല്ല, അതിനോട് ചേർന്ന് വരുന്ന അസോസിയേറ്റ് വിത്ത് ദം, ഇതിനോട് ചേർന്ന് തലവേദനയും വരുന്നു. അത് തലവേദന അതുകൊണ്ട് വരുന്നതല്ല. പെയിൻസ് ത്രൂ ദ ടെമ്പിൾസ് ആൻഡ് സൈഡ് ഓഫ് ദ ഹെഡ് ആർ കോമൺ പൾസാറ്റില ഹെഡേക്സ്. പൾസാറ്റില ഹെഡേക്സിൻ്റെ കാര്യത്തിൽ തലയുടെ വശം, ടെമ്പിൾ, ഇവിടെയൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇത്തരം തലവേദനയൊക്കെ ധാരാളം ഔഷധങ്ങളുള്ളതാണ്. നമ്മൾ റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഡസൺ കണക്കിന് ഔഷധങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ അത്തരം കാര്യങ്ങൾ പൾസാറ്റിൽ ഉണ്ട് എന്ന് മാത്രം ഗ്രഹിച്ചാൽ മതി. ഹെഡേക്സ് ബിഫോർ, ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ മെൻസ്ട്രേഷൻ, ബട്ട് മോർ കോമൺലി ബിഫോർ. മെൻസ്ട്രേഷനോട് അസോസിയേറ്റ് ചെയ്തുകൊണ്ട് ഹെഡേക്സ് ഉണ്ട്, ഒപ്പവും അതിനുശേഷമൊക്കെ ഉണ്ട്. പക്ഷേ മുൻപ് ഉള്ള ഹെഡേക്കാണ് വളരെ സാധാരണം. പിന്നെ ദർ ഇസ് എ ജനറൽ സ്റ്റേറ്റ് ഓഫ് കഞ്ചഷൻ. അപ്പം അതിനോടൊപ്പം തന്നെ പൾസാറ്റിൽ നേരത്തെ പറഞ്ഞ സർക്കുലേഷൻ്റെ പ്രശ്നമുണ്ട്, കഞ്ചഷൻ ഉണ്ട്, സ്റ്റാസിസ് ആൻഡ് ട്യൂമിഫാക്ഷൻ ഓഫ് ദ വെയിൻസ്, ധമനികളിൽ ഇങ്ങനെ കെട്ടി നിൽക്കുന്നൊരു അവസ്ഥ, വീർത്ത് കെട്ടി നിൽക്കുന്ന അവസ്ഥ. ആൻഡ് അമീറേഷൻ ഓഫ് ദ ഹെഡേക്ക് വെൻ ദ മെൻസസ് സെറ്റ് ഇൻ, ദ ഫ്ലോ ഈസ് നോർമൽ. ഇനി ഫ്ലോ തുടങ്ങി നോർമൽ ഫ്ലോ ആണെങ്കിൽ അമീറേഷൻ വന്നു. ഈ സ്റ്റാസിസ് കൊണ്ടുണ്ടാകുന്നൊരു പ്രശ്നങ്ങളാകെ. ഇറ്റ് ഈസ് കോമൺ ടു ഹാവ് ദ ഹെഡ് ആൻഡ് നെർവസ് സിംപ്റ്റംസ് ത്രൂ ദ മെൻസസ്. മെൻസുമായിട്ട് ബന്ധപ്പെട്ട്, തലയുമായിട്ടും ബന്ധപ്പെട്ടും നാഡീവ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ടുള്ള സിംപ്റ്റംസ് ഉണ്ടാകുന്നത് വളരെ സാധാരണ. ബിക്കോസ് ദ ഫ്ലോ ഈസ് സോ സ്കാൻഡി. അതിന് കാരണം എന്താ? ഈ പൾസാറ്റിലുള്ള ഫ്ലോ എന്ന് പറയുന്നത് വളരെ ചെറിയ നിസ്സാരമായ ഫ്ലോ ആണ്. ഒരു ലൂക്കോറിയയേക്കാൾ ഒരു അല്പം കൂടുതൽ, അത്രേ ഉള്ളൂ അല്ലോ. ഓഫൺ ലിറ്റിൽ മോർ ദാൻ എ ലൂക്കോറിയ ആൻഡ് ഫോർ എ സിംഗിൾ ഡേ എ ലിറ്റിൽ ക്ലോട്ട് ഓഫ് ഡാർക്ക് ബ്ലഡ്. അപ്പോൾ ചില ഒറ്റ ദിവസമേ ഉള്ളൂ. എങ്ങനെയാ? കറുത്ത രക്തത്തിൻ്റെ ഒരൊറ്റ ക്ലോട്ട് മാത്രം വന്ന് നിന്നുപോയി. അങ്ങനത്തെ അവസ്ഥ ധാരാളം സ്ത്രീകൾ ഈ ഒരു പ്രശ്നം കൊണ്ട് വലയുന്നുണ്ട്. വളരെ കുറഞ്ഞ മെൻസ്ട്രേഷൻ, ഒറ്റ ക്ലോട്ട് മാത്രം വന്ന് നിന്നു പോകുന്നൊരവസ്ഥ. വൺ സൈഡഡ് ഹെഡേക്സ് ആൻഡ് വൺ സൈഡഡ് കംപ്ലയിൻസ്. ഈ പൾസാറ്റിലെ മറ്റ് സവിശേഷതയാണ് ഒരു വൺ സൈഡഡ്നെസ്, തലവേദന ഒറ്റ വശം മാത്രമുള്ള തലവേദന. ദേ ആർ പെക്യുലർ ടു പൾസാറ്റില. പെർസ്പിറേഷൻ ഓൺ വൺ സൈഡ് ഓഫ് ഹെഡ് ആൻഡ് ഫേസ്. ഈ വിയർപ്പ് പോലും തലയുടെയും മുഖത്തിൻ്റെ ഒരു വശം മാത്രം വിയർക്കുന്നു. ഫീവർ ഓൺ വൺ സൈഡ് ഓഫ് ദ ബോഡി. പനി, പനിയുടെ ചൂട് ഒരു വശം മാത്രം. വൺ സൈഡ് കൂൾ ആൻഡ് നോർമൽ, മറ്റേ സൈഡ് തണുത്ത് നോർമലായിട്ടിരിക്കും. അതർ സൈഡ് ഈസ് ഹോട്ട്. ഇനി എൻ്റെ അനുഭവം പറയാണ്. ഐ റിമെമ്പർ എ കേസ് ഓഫ് പ്യൂപ്പറൽ ഫീവർ വിത്ത് സ്വെറ്റ് ഓൺ വൺ സൈഡ് ഓഫ് ദ ബോഡി ആൻഡ് ഡ്രൈ ഹീറ്റ് ഓൺ അതർ
ആൻഡ് കൺഫ്യൂഷൻ ഓഫ് അതർ സിംറ്റംസ്. ഒരു പ്യൂർപ്പറൽ ഫീവറിൻ്റെ ഒരു കേസ്, ഒരു വശം മാത്രം വിയർക്കുന്നു, മറുവശം ഡ്രൈ ആയിരിക്കുന്നു. ബാക്കി ലക്ഷണങ്ങളുടെ കാര്യത്തിൽ കൺഫ്യൂഷനാണ്. ബാക്കി ലക്ഷണങ്ങൾ വെച്ചുകൊണ്ടൊരു ഇൻഡിക്കേഷൻ കിട്ടുന്നില്ല. പക്ഷേ ഒറ്റ ഇൻഡിക്കേഷനാണ്, ഒരു സൈഡ് മാത്രം വിയർക്കുക. അത് പൾസാറ്റിയുടെ ഒരു സ്ട്രോങ് ഫീച്ചറാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ കൺഫ്യൂസിങ് കണ്ടീഷൻസ് വരുമ്പോൾ ഇതിൽ വളരെ പെക്യുലർ സിംറ്റംസ് ഉണ്ടെങ്കിൽ നമുക്ക് അതാത് റെമഡി കൊടുക്കാം. നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ട്, അക്കോണൈറ്റിൻ്റെ കാര്യത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ചില കാര്യങ്ങളിൽ ചില ഔഷധം, ബെൽഡോണ അങ്ങനെ പറഞ്ഞത്, ചില കണ്ടീഷൻസിൽ അത് തന്നെ കൊടുക്കാം. അപ്പോൾ അങ്ങനത്തെ ചില സ്വഭാവങ്ങൾ പൾസാറ്റിലയിലുണ്ട്. എൻ്റെ സ്വന്തം അനുഭവം വെച്ച് പറയുന്നതാണ്. പൾസാറ്റില വാസ് ഗിവൺ ആൻഡ് ദ പേഷ്യൻ്റ് റിക്കവേഴ്സ്. ആ കണ്ടീഷനിൽ, ഒരു കൺഫ്യൂസിങ് കണ്ടീഷനിൽ പൾസാറ്റില കൊടുത്തു, രോഗി സുഖപ്പെട്ടു. അങ്ങനെ ചില എക്സെപ്ഷൻസ് ആണ്. അത് പല ഔഷധങ്ങളിലും എക്സെപ്ഷൻസ് കാണാം. ആ എക്സെപ്ഷൻസ് ഓർത്തിരിക്കുക. അല്ലാത്ത എല്ലാ സാഹചര്യങ്ങളിലും ജനറൽ കണ്ടീഷൻസ് എഗ്രി ചെയ്യുക എന്നുള്ളത് ഹോമിയോപ്പതി ഔഷധങ്ങളിലെ വിജയകരമായ പ്രയോഗത്തിനും പ്രാക്ടീസിൻ്റെ വിജയത്തിനും വളരെ പരമപ്രധാനമായ കാര്യമാണ്. പൾസാറ്റിലയുടെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിവിടെ പഠിച്ചു. നമുക്ക് ഇതേപോലെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും തുറന്നു വരുന്നുണ്ട്. നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ അവയെക്കുറിച്ച് മനസ്സിലാക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.